ഹായ് ഗൈസ്, വെൽക്കം ടു ടെക് NRC. ഇന്ന് നമ്മൾ അൺബോക്സ് ചെയ്യാൻ പോകുന്നത് 1:64 സ്കെയിൽ ബ്രാറ്റ് എന്ന് പറഞ്ഞ ബ്രാൻഡിൻ്റെ മിനി കൺസ്ട്രക്ഷൻ വെഹിക്കിൾസ് ആണ്. ഓക്കെ, ഇങ്ങനെ 3 ബോക്സസിലായിട്ടാണ് ഈ ട്രിയോ കിട്ടുന്നത്. ഇത് സിംഗിളായിട്ട് നമുക്ക് വാങ്ങിക്കാം. ഞാൻ ഇതിൻ്റെ ഒരു കംപ്ലീറ്റ് സെറ്റാണ് വാങ്ങിയത്. സോ അൺബോക്സ് ചെയ്തിട്ട് നോക്കാം എന്തൊക്കെ നമുക്ക് ഇതിനകത്ത് ഉള്ള ഈ കിറ്റിനകത്ത്. ഓക്കെ, അപ്പം ഇതാണ് ഫോർക്ക് ലിഫ്റ്റ് RC ട്രക്ക്. ഇതിൻ്റെ അടുത്തൊരു ട്രെയിലറും കൂടെ ഉണ്ട്. ഇത് ആക്ച്വലി ഇച്ചിരി ന്യൂവർ വേർഷൻ അവരുടെ. ഇതിന് മുന്നേ ട്രെയിലർ ഇല്ലാത്ത ജസ്റ്റ് ഫോക്ക്ലിൻ മാത്രമായിട്ടുള്ള വേർഷനാണ് അവർ സെല്ല് ചെയ്തുകൊണ്ടിരുന്നത്. ഇത് ചൈനയിൽ നിന്നാണ് ഷിപ്പ് ചെയ്ത് ഇവിടെ വന്നത്. എബൌട്ട് 10 days എടുത്തു ഇവിടെ എനിക്ക് കോട്ടയത്ത് കിട്ടാനായിട്ട്. ഓക്കെ, സോ ഇതതിൻ്റെ അടുത്ത് വന്ന ചാർജർ, പിന്നെ അതിൻ്റെ ലിഫ്റ്റിംഗ് മെക്കാനിസത്തിൽ അറ്റാച്ച് ചെയ്യുന്നൊരു ചെറിയ ആക്സസറിയും. ഇതാണ് മിനി ഫോക്ക് ലിഫ്റ്റ്. ഇത് അപ് ടു സ്കെയിൽ അല്ല, പക്ഷേ സൂപ്പർ ക്യൂട്ട്, സൂപ്പർ ഫൺ. നമ്മൾ ഡെസ്കിലൊക്കെ വെച്ച് കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാവും ഭയങ്കര ചെറിയ യൂണിറ്റാണ്. സോ ഇതിപ്പോൾ ഇങ്ങോട്ട് മാറ്റി വെക്കാം. ഇതാണ് ഇതിൻ്റെ റിമോട്ട് വരുന്നത്. ചെറിയ റിമോട്ടാണ്, ബട്ട് വിത്ത് പ്രൊപ്പോർഷണൽ സ്റ്റിയറിംഗ്. ഇതിൽ ഓൾറെഡി 2 AAA ബാറ്ററീസ് ആണല്ലോ ഇടേണ്ടത്. ഞാൻ ഓൾറെഡി ഇതിൽ ഇട്ട് ലോഡ് ചെയ്തിട്ടുണ്ട്. സോ ജസ്റ്റ് സ്വിച്ച് ഓൺ ചെയ്താൽ മതി. നമുക്കത് വർക്ക് ചെയ്ത് നോക്കാം. ആദ്യമേ എല്ലാം അൺബോക്സ് ചെയ്യും. ഓക്കെ, സോ ഇതാണ് അതിൻ്റെ ട്രെയിലർ. ഇത് അതിൻ്റെ ലിഫ്റ്റ് ചെയ്യുന്ന പ്ലാറ്റ്ഫോം ആണെന്ന് തോന്നുന്നു. ഓക്കെ, സോ അത് മാറ്റി വെക്കാം. ദെൻ ഇനി ഡം ട്രക്ക് നോക്കാം. ഡം ട്രക്ക് ഇച്ചിരി ഫണ്ണാണ്, നല്ല നല്ല രസമൊക്കെ കാണാൻ. പിന്നെ ഇതിൻ്റെ എക്സ്കവേറ്ററും കൂടെ ഉള്ളതുകൊണ്ട് വി ക്യാൻ റിയലി യൂസ് ഇറ്റ് വിത്ത് ദാറ്റ്. സോ അപ്പം കുറേ എണ്ണം ഉള്ളതുകൊണ്ട് നമുക്ക് മിക്സപ്പ് ആക്കണ്ട. ഇത് ഇതിൻ്റെ റിമോട്ടാണ്. സി ഗൈസ്, ഇതാണ് മിനി ഡം ട്രക്ക് വരുന്നത്. യു ക്യാൻ സീ ഇറ്റ്സ് ലൈക്ക് സൂപ്പർ ക്യൂട്ട്. ചെറിയതാ. 64 സ്കെയിൽ എന്ന് പറയുമ്പോൾ ഭയങ്കര ലൈക്ക് സ്മോൾ പ്രൊപ്പോർഷനാണ്. ഇതെങ്ങനെ ഇവർ ഇതിന് RC മെക്കാനിസം ഒക്കെ ഇതിനകത്ത് ഫിറ്റ് ചെയ്ത് ഫുൾ അറിയില്ല. ഭയങ്കര ചെറിയ സിംഗിൾ ബോർഡ് സെറ്റപ്പ് വല്ലതും ആയിരിക്കും. പിന്നെ Type-C വരുന്നത്. സോ ഓൾ ദീസ് ഡിവൈസസ് നമുക്ക് Type-C വെച്ച് ചാർജ് ചെയ്യാം. ഇത് മാത്രം അൺഫോർച്ചുനേറ്റ്ലി നമ്മൾ സ്റ്റിൽ വി ഹാവ് ടു യൂസ് ലൈക്ക് AAA ബാറ്ററീസ് യൂസ് ചെയ്ത് നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ ഇനി റിമോട്ട്. ഓൾറൈറ്റ്, ദെൻ പിന്നെ ഉള്ളത് ഇതിൻ്റെ കൂടുതൽ ചാർജിങ് കേബിൾ മാത്രമേ വരുന്നുള്ളൂ. സോ ബേസിക്കലി ദ ട്രക്ക് ആൻഡ് ദ റിമോട്ട്. ഇനിയാണ് നമ്മുടെ എക്സ്കവേറ്റർ, വിച്ച് ഈസ് സോ മച്ച് ഫൺ. ഇതാണ് ഇതിൻ്റെ ലൈക്ക് എന്നാ ഷോ സ്റ്റീലർ എന്നൊക്കെ പറയുന്ന പോലെ മെയിൻ സംഭവം എക്സ്കവേറ്ററാണ്. എക്സ്കവേറ്ററിൻ്റെ കൂടുതലും നമുക്കൊരു ചെറിയ ചാർജിങ് കേബിൾ ലൈക്ക് എല്ലാത്തിനും കൂടെ കിട്ടുന്ന പോലെ ഇപ്പം തന്നെ 3 കേബിളായി. പിന്നെ ഇതേ റിമോട്ട് വരുന്നുണ്ട്. സെയിം റിമോട്ടാണ് എല്ലാത്തിനും വരുന്നത്. ലൈക്ക് ഇതിന് ഫോർവേഡ്, ബാക്ക്വേർഡ്, ലെഫ്റ്റ്, റൈറ്റ് കൺട്രോൾസ്. പിന്നെ ഇതതിൻ്റെ ലൈക്ക് മെയിൻ മെക്കാനിസം. ഇപ്പം ഡം ട്രക്കിനെയാണ് ഡം ട്രക്ക് ലൈക്ക് ആ ബാക്ക് അതിൻ്റെ കൺട്രോൾ. ഇതിൻ്റെ ആണെങ്കിൽ ലിഫ്റ്റ് മെക്കാനിസത്തിൻ്റെ. ഇത് എക്സ്കവേറ്ററിൻ്റെ ഫ്രണ്ട് ബൂം കൺട്രോളായിരിക്കും. ഓക്കെ, സോ നമുക്ക് ഫസ്റ്റ് എക്സ്കവേറ്റർ നോക്കാം. ഇതിനകത്ത് ബാറ്ററി ഇച്ചിരി ഉണ്ടെന്ന് തോന്നുന്നു. ഇതാണ് എക്സ്കവേറ്റർ ഓണാക്കി. ഇത് ഓണാക്കി ലൈക്ക് ഇമീഡിയറ്റ്ലി പെയർ ആവും. സി സൂപ്പർ ഫൺ. ഇതിന് ഫോർവേഡും ബാക്ക്വേർഡും ഉണ്ട്, പക്ഷെ ക്യാബ് റൊട്ടേഷൻ ഇല്ലെന്നൊരു ഒറ്റ ഇതേ ഉള്ളൂ. അല്ലെങ്കിൽ ഇത് ഭയങ്കര നല്ല, നമുക്ക് പിന്നെ മൈന്യൂട്ട് ആയിട്ടുള്ള മൂവ്മെൻറ്റും പറ്റും, ചെറിയായിട്ടുള്ള ഇൻപുട്ട് സ്പീഡ് അനുസരിച്ച്. കാരണം പ്രൊപ്പോർഷണൽ ആയിട്ടുള്ള സ്റ്റിയറിംഗ് ആണ് ഇവർ ഇതിനകത്ത് സെറ്റ് ചെയ്തിരിക്കുന്നത്. സോ ദാറ്റ്സ് ദ എക്സ്കവേറ്റർ. ഇനിയും ഡം ട്രക്ക് നോക്കാം. സെയിം മെക്കാനിസം, ജസ്റ്റ് ഒരു സ്വിച്ച് ഉണ്ട്, ടേൺ ഓൺ ആൻഡ് ഓഫ്. ഇത് ഓൺ ആക്കുക, ഇതിനെ ലൈറ്റ് ബ്ലിങ്ക് ചെയ്യും. കണക്ട് ആയി കഴിയുമ്പോഴത്തേന് സോളിഡ് ആയിട്ടുള്ള ഫ്ലഡ് ലൈറ്റ് ഉണ്ട്. സ്റ്റിയറിംഗ് വീലെല്ലാം ഭയങ്കര പ്രൊപ്പോർഷനാണ്. കറക്റ്റ് എക്സാക്ട്ലി നമുക്ക് മൂവ് ചെയ്യാൻ പറ്റും ഈ ജോയ്സ്റ്റിക്കിലുള്ളതാണ്. അതുകൊണ്ട് പക്കയായിട്ട് നമുക്കിത് സ്റ്റിയർ ചെയ്യാൻ പറ്റും. ഗൈസ്, ദിസ് ഇസ് സോ മച്ച് ഫൺ. ഇതിൻ്റെ വില വരുന്നതെന്ന് പറഞ്ഞാൽ 5,000 ഫോർ ദ ഹോൾ കിറ്റ്. ഐ നോ ഇറ്റ്സ് എ ബിറ്റ് ടു മച്ച് ഫോർ us, ബട്ട് ഇറ്റ്സ് ഡെഫിനറ്റ്ലി വർത്ത് ഇറ്റ്. ഇഫ് യു ഗൈസ് വാണ്ട് ടു ബൈ, ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം. ഓർ ജസ്റ്റ് കമൻറ്റ്, ലീവ് യുവർ കമൻറ്റ്സ്, ലീവ് യുവർ തോട്ട്സ്. നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെട്ടോ? ഇഫ് ദ പ്രൈസ് ഇസ് ടു മച്ച്, ജസ്റ്റ് ലെറ്റ് മീ നോ. അപ്പം അതാണ് നമ്മുടെ ഡം ട്രക്ക്. ഇനിയും ഇതിൻ്റെ മെക്കാനിസം ഒരു അറ്റാച്ച്മെൻ്റ് ഒക്കെ ഉണ്ട്. അപ്പം ഈ ഫോക്ക് ലിഫ്റ്റിൻ്റെ ഫ്രണ്ട്
ഫോക്സ് എന്ന് പറയാം മേ ബി, അത് അറ്റാച്ച് ചെയ്യണം. അപ്പോൾ അത് അറ്റാച്ച് ചെയ്യാനായിട്ട് ഇച്ചിരി പാടുണ്ട്, കാരണം അത് ഭയങ്കര ടൈറ്റ് ഫിറ്റ് ആയതുകൊണ്ട് യു ഹാവ് ടു റിയലി ലൈക്ക് ലോഡ് ദാറ്റ് ഇൻ, എന്നാലേ അത് സെറ്റ് ആവത്തുള്ളൂ. ഇച്ചിരി അഡ്ജസ്റ്റൊക്കെ ചെയ്യേണ്ടി വന്നത് കറക്റ്റായിട്ട് കയറിയിരിക്കാനായിട്ട് അത്ര ഈസി അല്ല, പക്ക പെർഫെക്റ്റ് അല്ല. ബട്ട് ഇങ്ങനെ ഇരിക്കും അറ്റാച്ച് ചെയ്ത് കഴിയുമ്പോഴത്തേന്, ഇങ്ങനെ ഇരിക്കും അതിൻ്റെ ലിഫ്റ്റിംഗ് മെക്കാനിസം. ഓക്കെ, അതിൻ്റെ കൺട്രോൾ സെയിം തന്നെ, സ്വിച്ച് ഓൺ ആക്കുക, ഇതിൻ്റെ ഇത് ഓൺ ആക്കുക, അത്രേ ഉള്ളൂ. കണക്റ്റ് ആയിട്ടില്ലത്, ഇപ്പോൾ കണക്റ്റായി. സോ ദെയർ യു ഗോ. അതാണ് ഫോക്ക് ലിഫ്റ്റ്. ദി ഫോക്ക് ലിഫ്റ്റ് കൺട്രോൾസ് അപ്പ്, ഫോക്ക് ലിഫ്റ്റ് കൺട്രോൾ ഡൗൺ. സോ ദിസ് ഇസ് അപ്പ്, സോറി ദിസ് ഇസ് അപ്പ്, അത്രയും പൊങ്ങത്തുള്ളൂ, ആ ഹൈറ്റ് വരെ പൊങ്ങത്തുള്ളൂ. ദെൻ ഇറ്റ് ഗോസ് ഡൗൺ ടു ദാറ്റ് ലെവൽ. അപ്പോൾ ഇത് നമുക്ക് ആ ബോക്സിൻ്റെ ബേസ് എന്നൊക്കെ പറയാം. ഇതിൻ്റെ മുകളിൽ നമുക്ക് ചെറിയ ക്യൂബോ എന്തെങ്കിലും വെച്ച് കഴിഞ്ഞാൽ വി ക്യാൻ ട്രൈ ആൻഡ് ലിഫ്റ്റ് ഇറ്റ്. ഓക്കെ, സോ നമ്മൾക്കതൊന്ന് വെച്ച് നോക്കാം. സോ ദെയർ യു ഗോ. സീ ഗൈസ്, ഈ ഡെസ്കിൽ തന്നെ നമുക്ക് ചെറിയ ടൈം പാസിന് വേണ്ടിയിട്ട് വി ക്യാൻ ബിൽഡ് എ കോഴ്സ് ഓർ സംതിങ് ആൻഡ് യൂസ് ഇറ്റ്. ഇതതിൻ്റെ കൺട്രോൾ സെയിം തിങ്, അപ്പ് ഡൗൺ, ദാറ്റ്സ് ഇറ്റ്. സോ ഇതാ ഗൈസ് ബ്രാറ്റ് എന്ന് പറഞ്ഞ ബ്രാൻഡിൻ്റെ മിനി കൺസ്ട്രക്ഷൻ വെഹിക്കിൾ ട്രിയോ. പിന്നെ ഇതിനൊരു ലൈക്ക് ഒരു ട്രെയിലറും കൂടെ വരുന്നുണ്ട്. ഇവിടെ ഒരു ട്രെയിലർ ഉണ്ട് ഇതിന് പുറകിലായിട്ട്. അപ്പം ജസ്റ്റ് പുട്ട് ദാറ്റ്, ലാച്ച് ദാറ്റ് ഓൺ. ഓ സോറി, ലാച്ച് ആയില്ല കേട്ടോ. there you go. സോ നമുക്കിതൊന്ന് ടെസ്റ്റ് ഔട്ട് ചെയ്യാം. ഇപ്പോൾ ഒരു ചെറിയ കോഴ്സ് പോലെ സെറ്റപ്പ് ചെയ്തിട്ടുണ്ട്. ഈ ചെറിയ ഡെപ്പയ്ക്കകത്തൊരു അരി കുറച്ചിട്ട് വെച്ചിട്ടുണ്ട്. ഇത് കറക്റ്റ് ഹൈറ്റ് അല്ലാത്തതുകൊണ്ട് ഇതിൽ ലോഡ് ചെയ്യാൻ ഇച്ചിരി പാടാണ്. സോ ഐ അഡ്ജസ്റ്റഡ്, ഒരു ചെറിയൊരു എലവേഷൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ മണ്ടയിൽ നിൽക്കുവാണെങ്കിൽ ഐഡിയലി ഡംപ് ചെയ്യാൻ പറ്റുമെന്ന് വിചാരിക്കുന്ന പേപ്പറായിട്ട്. സോ എക്സ്കവേറ്റർ യൂസ് ചെയ്യാം. അടിയിലൊരു അരിമണി കയറി സ്റ്റക്ക് ആയിട്ടുണ്ടെന്ന് തോന്നുന്നു, അതുകൊണ്ടാണ് അത് റൺ ചെയ്യുന്നത് അങ്ങനെ. ഓക്കെ, സോ ഡംപ് ട്രക്കിൽ ഇപ്പോൾ ഒരു ലോഡ് ഇട്ടിട്ടുണ്ട്. ലെറ്റ്സ് ട്രൈ ആൻഡ് മൂവ് ഇറ്റ്. ഇതിൻ്റെ കൺട്രോൾസുമായിട്ട് യൂസ് ടു ആവുന്നുള്ളൂ, അതുകൊണ്ട് ശരിക്കും കറക്റ്റ് അങ്ങോട്ട് കിട്ടുന്നില്ല. ഇതിപ്പം പേപ്പർ പീസസ് ഒക്കെ ആണെങ്കിൽ ഇറ്റ് ബി ഫൺ വൈൽ വി ആർ വർക്കിംഗ്. ഒരു ചെറിയ ബ്രേക്കിന് വേണ്ടി നമുക്ക് ഡെസ്കിൽ സെറ്റ് ചെയ്ത് എങ്ങനെ വർക്ക് ചെയ്യാൻ പറ്റും. പിന്നെ ഈ കൺസ്ട്രക്ഷൻ RC ടോയ്സിൻ്റെ ഒരു ഇൻതൂസിയാസം എന്ന് പറഞ്ഞാൽ ഭയങ്കര ലൈക്ക് ബിഗ് ആണ്. ഇപ്പം വെളിയിലൊക്കെ ആണെങ്കിൽ ഹുനിയ എന്ന് പറഞ്ഞൊരു ബ്രാൻഡുണ്ട്. അവരുടെ RC ടോയ്സ് ലൈക്ക് 1 lakhന് above 2 lakhന് above ഒക്കെ ഉള്ള വലിയ ഒത്തിരി ചാനലുള്ള. ഇതിപ്പം വന്നിട്ട് എനിക്ക് തോന്നുന്നത് ഒരു 6 ചാനൽ അല്ലെങ്കിൽ ഒരു 4 ചാനലൊക്കെ ഉള്ളൂ ഇതിൽ വരുന്നുള്ളൂ. ബട്ട് അങ്ങനെയുള്ളതിൽ 11 ചാനൽ, 14 ചാനൽ, കാരണം എല്ലാ മൂവ്മെൻറ്റും, ബക്കറ്റ് മൂവ്മെൻറ്റ് അല്ലെങ്കിൽ ബൂം മൂവ്മെൻറ്റ്, ക്യാബ് മൂവ്മെൻ്റ് ഒക്കെ ഇപ്പം നമ്മൾ എസ്കവേറ്ററിൻ്റെ കാര്യത്തിൽ പറയുകയാണെങ്കിൽ അങ്ങനെയൊക്കെ ഒത്തിരി മൂവ്മെൻറ്റ് വരുന്ന വേറെ ഹൈ എൻഡ് ബ്രാൻഡുകളുണ്ട്. പക്ഷേ ഇത് നമുക്ക് ഈ ലെവൽ, ഈ സ്കെയിലിൽ ഇത്രയും ഫങ്ഷനാലിറ്റി ഉള്ളത്. ലൈക്ക് ഇറ്റ്സ് റിയലി ഫൺ, ഇറ്റ്സ് റിയലി ഗുഡ് ഫോർ ദ പ്രൈസ്. സോ ഡെഫിനറ്റ്ലി ചെക്ക് ഇറ്റ് ഔട്ട് ഗൈസ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. സോ yeah, that's the RC excavator and the dump truck. ഇനി നമുക്ക് നമ്മുടെ ഇതൊന്ന് ട്രൈ ചെയ്യാം. ഫോക്ക് ലിഫ്റ്റ് ഇച്ചിരി
ട്രിക്കിയാണ്, കാരണം ഇതിൻ്റെ സ്റ്റിയറിംഗ് വരുന്നത് റിവേഴ്സാണ്. ഓടിക്കാൻ അത്ര എളുപ്പമായിരിക്കത്തില്ല മൈക്കുമായിട്ട് പെട്ടെന്ന്. ഇതിലേക്ക് ഇത് ഓൾ പിന്നെ ഗൈസ് ഇത് വരുന്നതെല്ലാം ഡൈകാസ്റ്റ് ആണ്, മെറ്റാലിക് ബോഡിയാണ് ഇതിൻ്റെ എല്ലാം. സോ അതുകൊണ്ട് ആ വെയിറ്റ് ഉണ്ട്, അതുകൊണ്ട് നല്ല ട്രാക്ഷൻ ഉണ്ട്, ഫീൽസ് പ്രീമിയം. താഴെ ഒന്നും വീണാൽ പെട്ടെന്ന് ഡാമേജ് ഒന്നുമില്ല. പ്ലാസ്റ്റിക് അല്ല, ചില പീസസ് മാത്രം പ്ലാസ്റ്റിക് ഉള്ളൂ, ബാക്കി കമ്പോണൻസ് മോസ്റ്റ്ലി ലൈക്ക് ഡൈകാസ്റ്റ് മെറ്റൽ. സോ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം, വർക്കാവുമെന്ന് അറിയത്തില്ല. ഓ ഏ അതിൻ്റെ ബേസ് പ്ലേറ്റ് കയറിയിട്ടുണ്ട്. ഇതൊന്ന് ഇടാണ്. സോ ലിഫ്റ്റ് ചെയ്യാം. ഓക്കെ, അത്രേ ഉള്ളൂ, ലിഫ്റ്റിംഗ് അത്രേ ഉള്ളൂ. പ്രൊപ്പോർഷണൽ കൺട്രോൾസ് ആട്ടോ, ആ കാര്യം പറയാം വിട്ടുപോയെന്ന് തോന്നുന്നു. ലൈക്ക് സ്റ്റിയറിംഗ് വീലൊക്കെ വളരെ പ്രൊപ്പോർഷണൽ ആയിരിക്കും ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഇവിടെ ഇത് സെറ്റ് ഡൗൺ ചെയ്യാം. സി സൂപ്പർ ഫൺ. സോ ഗൈസ്, ഹോപ്പ് യു ലൈക്ക് ദ വീഡിയോ. നമ്മൾ ഇനി ഇതുപോലെ ഡിഫറെൻറ്റ് വെറൈറ്റി ഓഫ് ആർ സി കാർസും ടോയ്സും ഒക്കെ റിവ്യൂ ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. പിന്നെ വി വിൽ ബി ബിൽഡിംഗ് ആർ സി പ്ലെയിൻസ് ആൻഡ് ആർ സി കാർസ്. ഞാൻ ഫ്ലൈ സ്കൈയുടെ ഒരു ആർ സി കൺട്രോൾ കിറ്റ് വാങ്ങിയിട്ടുണ്ട്. ദിസ് വിൽ ബി ഹിയർ സൂൺ. സോ അതിൻ്റെ റിവ്യൂസ് ഡു വാച്ച് ഔട്ട്. സോ നിങ്ങൾക്ക് അങ്ങനത്തെ ടോയ്സും ആർ സി വെഹിക്കിൾസും ആർ സി ടോയ്സൊക്കെ മേക്ക് ചെയ്യാനൊക്കെ ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ പ്ലീസ് ഡു സബ്സ്ക്രൈബ്. നമ്മൾ അതുപോലത്തെ കാര്യങ്ങൾ ഇനി ചെയ്യാൻ പോകുന്നത്. പിന്നെ ഒരു പ്രിൻ്റർ, 3D പ്രിൻ്റർ ഞാൻ വാങ്ങിയിട്ടുണ്ട്, പ്രൈമർലി ടു ട്രൈ ആൻഡ് പ്രിൻറ്റ്. നമുക്ക് തന്നെ ഇതുപോലത്തെ ആർ സി ടോയ്സിൻ്റെ കമ്പോണൻസും മോഡൽസും ഒക്കെ ഓൺലൈൻ അവൈലബിൾ ആണ്. അപ്പോൾ 3D പ്രിൻ്റർ ഉണ്ടെങ്കിൽ നമുക്ക് അതിൻ്റെ ഇലക്ട്രോണിക് കമ്പോണൻസ് അറ്റാച്ച് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ടോയ്സ് വി ക്യാൻ ബിൽഡ്, ലൈക്ക് നമുക്ക് തന്നെ ബിൽഡ് ചെയ്തെടുക്കാൻ പറ്റും. സോ അങ്ങനത്തെ സ്റ്റഫൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ പ്ലീസ് ഡു ഫോളോ ആൻഡ് സബ്സ്ക്രൈബ്, ഷെയർ ടു യുവർ ഫ്രണ്ട്സ്. See you guys next time. Take care.